ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിത വീട്ടിലെ ജോലികളെല്ലാം ഏറ്റെടുക്കുക കേട്ടോ. അടുക്കളയിൽ നിന്ന് എല്ലാ ജോലികളും ചെയ്യുകയും പാചകവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലീനയ്ക്കുള്ള കഞ്ഞി ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ട് വരിക കേട്ടോ. കൃഷ്ണയ്ക്കാണെങ്കിൽ അത്ഭുതം തോന്നുവാണ്. എന്തൊക്കെയാണ് ഇവിടെ കാട്ടി കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താടി നിനക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? അല്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊക്കെയാ. ഇവിടെ ഇപ്പോൾ ഭവിതേച്ചിയാണല്ലോ തൂക്കുന്നത്, അതുകൊണ്ടാണ്. ദേ കളിയാക്കാതെ മിണ്ടത്തെ പൊക്കോ, ഇവിടെ എനിക്ക് 100 കൂട്ടം പണിയുണ്ട് കേട്ടല്ലോ. ഓ ഉത്തരവേ. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി തൊട്ട് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്തേക്കണം. ഓ അത് ശരി, ഉത്തരവിടുവാണോ ചേച്ചി എന്നോട്? പിന്നല്ലാതെ. ദേ ബബിതേച്ചി, ചേച്ചിയുടെ കുറച്ച് അധികാരം കൂടുന്നുണ്ട് കേട്ടോ. കൂടുന്നുണ്ട്. നിൻ്റെ തുണികൾ നീ തന്നെ ഇനി തൊട്ട് അലക്കണം. പിന്നെ നിൻ്റെ മേശ, നിൻ്റെ പുസ്തകങ്ങളെല്ലാം നീ തന്നെ അടുക്കി വെക്കണം. പിന്നെ നിൻ്റെ മുറി അത് നീ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇവിടെ ആരും സഹായിക്കാനൊന്നും വരില്ല കേട്ടോ. അവരവരുടെ പണി അവരവർ തന്നെ ചെയ്തേക്കണം. ഓ അത് ശരി, ഇപ്പോൾ പുതിയൊരു ജോലിക്കാരി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി തൊട്ടേ നീ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഇതൊക്കെ ചെയ്യാനായിട്ട് വേറെ ജോലിക്കാരികളൊന്നുമില്ല, അതുകൊണ്ട് അവരവർ തന്നെ അങ്ങ് ചെയ്തേക്കണം. ഓ ഉത്തരവേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നീ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലായിട്ട് നനയ്ക്കുന്ന കൂട്ടത്തിൽ അലീന ചേച്ചിയുടെ ഡ്രസ്സ് കൂടെ എടുത്തുകൊണ്ട് വരണേ. അതെന്തിനാ ചേച്ചി? അലീന ചേച്ചി വയ്യാടക്കല്ലേ, ചേച്ചിയുടെ തുണികൾ നനയ്ക്കണ്ടേ? നീ അതുകൂടെ എടുത്തുകൊണ്ട് വാ. ഓക്കെ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് ഒളിഞ്ഞു നിന്ന് വീണ്ടും ബബിത ചെയ്യുന്ന ജോലികളൊക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബബിതയ്ക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുവാണ്. എന്താടി നീ ഒളിഞ്ഞു നിന്ന് നോക്കുന്നേ? നീ എന്താ കണ്ടിട്ടില്ലേടി? കാണാത്ത പോലെയാണല്ലോ അവളുടെ ഒരു നോട്ടം. ഒന്ന് പോടി. അങ്ങനെ കൃഷ്ണ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ശരണ്യ അലീനേനെ ഫോണിൽ വിളിക്കുകയാണ്. ഹലോ പറയണുണ്ടെങ്കിലും ശരണ്യയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ അലീനയുടെ ശബ്ദം. കാരണം സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയല്ലേ. അലീന ചേച്ചി അല്ലേ എന്ന് ചോദിക്കുക. മോളെ ഞാൻ അലീന തന്നെയാണ്, എനിക്ക് വയ്യ, സുഖമില്ലാഞ്ഞിട്ടാ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക. അയ്യോ എന്നാ പറ്റി ചേച്ചി? ചേച്ചി ഒന്ന് കാണാനായിട്ട് കൊതിയായിട്ട് വയ്യ. എത്ര ദിവസമായി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട്? അതുകൊണ്ടാണ് ഞാനിന്ന് വിളിച്ചത്. വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മോളെ, പക്ഷേ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. കിടപ്പിലാണോ? ഒരു ഓട്ടോയെങ്കിലും വിളിച്ച് വന്നൂടെ? പറ്റില്ല മോളെ, അത്രയ്ക്ക് വയ്യ. ഓ അങ്ങനെയാണോ? അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചേച്ചി? എനിക്ക് ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി എന്താ ആശുപത്രിയിലൊന്നും പോവാത്ത? ഇത്രയും വയ്യാതിരുന്നിട്ട് അവിടെ ആരും കൊണ്ടുപോയില്ലേ ചേച്ചിയെ? ഞാൻ പോകാഞ്ഞിട്ടാടി. ഇവിടെ എല്ലാവരും എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ ചേച്ചി? എന്നാലും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ചേച്ചി ഒന്ന് കാണുക? ഞാനൊന്ന് അങ്ങോട്ട് വന്നാലോ? ആര്? നീയോ? വേണ്ട. അതുമാത്രമല്ല, നീ ഇവിടെ രോഹിത്തിൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവും. നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വിടുമോ? അതിന് ചേച്ചി ഞാൻ അമ്മയും കൂട്ടി വരാം. അമ്മയും കൂട്ടി എല്ലാവരും അറിഞ്ഞിട്ട് അവർ സമ്മതത്തോടെ വരുവാണെങ്കിൽ നീ വന്നോ. പിന്നെ നിനക്ക് വീട് അറിയില്ലല്ലോ. വീട് നീ ഫോണിലേക്ക് ലൊക്കേഷൻ ഇട്ടാൽ മതി, ഞാൻ അതനുസരിച്ച് അങ്ങോട്ട് വരാം. എടി വരണമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴെനിക്ക് പനിയല്ലേ, പനിയൊക്കെ മാറിയതിന് ശേഷം വന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അസുഖമായിട്ടിരിക്കുന്ന ആളിനെ നോക്കാൻ അസുഖമായിരിക്കുന്ന സമയത്തല്ലേ വരേണ്ടത്? അതൊക്കെ കഴിഞ്ഞിട്ടാണോ വരേണ്ടത്? പനി നിനക്കും കൂടെ പകരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ അമ്മയും കൂട്ടി വരും. എന്നാൽ അങ്ങനെയാണെങ്കിൽ ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ. ശരി എന്നാൽ വയ്ക്കട്ടെ ചേച്ചി. അവരങ്ങനെ ഫോണ് വയ്ക്കുക കേട്ടോ. ഭവിതയാണെങ്കിൽ മോപ്പും വെള്ളവും ഒക്കെ എടുത്ത് എല്ലാ റൂമും ഒക്കെ തുടയ്ക്കുകയാണ്. മേളിലാണെങ്കിൽ ചെന്ന് ഹാളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ രോഹിത്ത് ഇറങ്ങി വരുന്നത്. നോക്കുമ്പോൾ ഇവിടെ ഒരാൾ തറയൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് കുറച്ച് കളിയാക്കുക കേട്ടോ. എന്താടി ഇവിടെ ശബ്ദം കേൾക്കുന്നത്? ഓ കണ്ടില്ലല്ലേ, ചെയ്യുന്ന ജോലി കണ്ടില്ല എന്നാണോ? ഇപ്പം നീ ഇതൊക്കെ ഏറ്റെടുത്തോ? ഏറ്റെടുത്തു. എന്തേ? അങ്ങോട്ട് മാറി നിന്നേ. ഒരു കാര്യം ചെയ്, കണ്ടോണ്ട് നിൽക്കാതെ ഇതങ്ങോട്ട് ചെയ്. വേണ്ട, നീ തന്നെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് മുറി തുടയ്ക്കണമെന്ന് ചോദിക്കുക കേട്ടോ. തുടച്ചോ. ശരി. പിന്നൊരു കാര്യം, എന്നെ ഇതൊന്നും ചെയ്തു തരാൻ ആരും കാണില്ല. അവനവൻ്റെ റൂം അവനവൻ തന്നെ ചെയ്തേക്കണം. ഇന്ന് മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് രോഹിതിൻ്റെ റൂമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്, ഹാള് തുടയ്ക്കുന്നുണ്ട്. അപ്പോഴടുത്ത് ബാലചന്ദ്രൻ സൗണ്ട് കേട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് റൂമിൽ നിന്ന്. നോക്കുമ്പോൾ ഇവിടെ തുടപ്പാണ് കേട്ടോ ഭവിത. ഇത് വല്ലാത്തൊരു കാഴ്ചയാണല്ലോടാ. അച്ഛനെന്തേ മനസ്സിലായില്ലേ? അച്ഛൻ്റെ റൂം എന്തേ തുടയ്ക്കണോ വേണ്ടേ? വേണമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകുമെന്ന് പറയാം കേട്ടോ. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ റൂമൊക്കെ ഒന്ന് തുടച്ചിട്. എന്തായാലും നല്ല കാര്യം തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് താഴെ നിന്ന് ഒരാൾ വിളിച്ച് പറയാട്ടോ, അച്ഛാ പുത്തനച്ചി മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന കേട്ടോ, ഇവിടെ ഞാനും ഉണ്ടേ. എത്തി നോക്കുമ്പോൾ കൃഷ്ണമോൾ താഴെ മുഴുവനും തുടയ്ക്കുക കേട്ടോ. അപ്പോഴാണ് ഭവിത പറയുന്നത്, താഴത്തെ ഫ്ലോർ മുഴുവൻ അവൾ ചെയ്തോളാന്ന് പറഞ്ഞു, മേളത്തെ റൂമെല്ലാം ഞാനും ചെയ്തോളാന്ന് പറഞ്ഞു. കൊള്ളാം, അപ്പോൾ ഇവന് ജോലിയില്ലേ?
ആ തൽക്കാലം അനിയ ചേച്ചിയുടെ കെയർ ടേക്കർ അല്ലേ, അതുകൊണ്ടൊരു ലീവ് കൊടുത്തതാ. പതിയെ പതിയെ ഞാൻ ജോലി കൊടുത്തോളാം. കൊള്ളാലോടി, നിങ്ങൾ മൂന്നുപേരും ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എനിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇത് വല്ലപ്പോഴും മാത്രം കിട്ടുന്നൊരു കാര്യമല്ലേ. നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ അവർ ബബിതയെ കളിയാക്കട്ടോ. ബബിത വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ വൈജയന്തി പറയുന്നുണ്ട്. വൈജയന്തിയോട് ചോദിക്കുക, ഈ ഭക്ഷണം ഞാൻ എവിടെയാണ് വെക്കേണ്ടതെന്ന്. ആ സ്ഥലം ഉള്ളോട് നോക്കി വെക്കാൻ. വൈജയന്തിയുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് വെക്കുക. ഉടനെ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ സ്ഥലം ഉള്ളിടത്തിലടി വെക്കാൻ പറഞ്ഞത്. അതെ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം വെക്കാനുള്ള സ്ഥലം ഡൈനിങ് ടേബിളാണ്. അവിടെ കൊണ്ടുവച്ചാൽ അങ്ങോട്ട് കഴിക്കാൻ വരില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ മുറിക്കകത്ത് ഇവിടെ തോന്നിയുള്ളൂ, അതുകൊണ്ട് ഇവിടെ വെച്ചു. ആ ഡൈനിങ് ടേബിളിൽ വന്ന് കഴിക്കേണ്ട അവകാശം എനിക്കില്ല. അതിനിവിടെ വേറൊരുത്തിയുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വന്നിരിക്കണമെങ്കിൽ അവളിവിടെ ചത്ത് മണ്ണടിഞ്ഞ് പോകണം, അല്ലാതെ ഞാൻ വരില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എങ്ങനെ സംസാരിക്കരുതെന്ന്? ഇപ്പം നിങ്ങളെല്ലാവരും അച്ഛൻ്റെ സൈഡായില്ലേ? അച്ഛൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. അമ്മയെ തള്ളിക്കളഞ്ഞോ? 23 വർഷം ഞാൻ ഭാര്യയായിട്ട് കൂടെ ഉണ്ടായിരുന്ന എന്നെ ഒരു വന്ന് കയറിയപ്പോൾ അവൾക്ക് വേണ്ടി എന്നെ തള്ളിക്കളഞ്ഞ നിൻ്റെ അച്ഛന്മാർ നിന്നെയൊക്കെ തള്ളിക്കളയില്ലെന്ന് ആര് കണ്ടു? ദേ അമ്മേ, അനാവശ്യമൊന്നും പറയരുത്. ആവശ്യമില്ലാതെ അമ്മ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്നും പറയിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും. മനസ്സിലായോ? അമ്മയുടെ സ്വഭാവം നല്ല രീതിയിലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമോ? എന്താണ് എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? പറയടി. നീയൊക്കെ ഇപ്പം ഇത്രത്തോളം നിന്നും നിവർന്ന് എന്നോട് സംസാരിക്കാറായില്ലേ? ഇതൊക്കെ അവളുടെ ഒരു വില കൊണ്ടിട്ടായിരിക്കും. ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു, അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് കൊടുക്കാം കേട്ടോ. അവസാനം ബബിത പറയാം, ആഹാരം വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എടുത്തുകൊണ്ട് പോവാം. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ അമ്മയോട് പറയാം. നാളെ മുതൽ ഇങ്ങോട്ടുള്ള സർവീസ് ഉണ്ടായിരിക്കില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് വന്ന് കഴിച്ചോളണം. അതിനെൻ്റെ പട്ടി വരും, കാത്തിരുന്നോ. ഈ അമ്മ ഇതെന്താ ഇങ്ങനെ? ശരി, എന്താണ് അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ബബിത നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി നേരെ നമ്മുടെ അലീനയുടെ റൂമിലേക്ക് വരും കേട്ടോ. അലീനയോട് എണീക്കാൻ പറയുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എണീക്കാൻ ഒട്ടും വയ്യ, എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ എന്ന് ചുമ്മാ കള്ളം പറയാട്ടോ. അങ്ങനെ കാരണം ബബിത കൃഷ്ണയോട് പറയുന്നുണ്ട്, പിടിച്ചെഴുന്നേക്ക്, നൂത്തിരുത്ത്. അത്രയ്ക്ക് വയ്യേ? എനിക്ക് അത്രയ്ക്ക് വയ്യ. എന്നാൽ കഞ്ഞി എടുത്ത് കുടിക്ക്. കഞ്ഞിയോ? എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? പനിയായിട്ട് പിന്നെ എന്താ വേണ്ടത്? അല്ല, എനിക്ക് പൊറോട്ട ചിക്കനും മതി എന്നാൽ അലീന പറയാം കേട്ടോ. പനി പിടിച്ച് കിടക്കുന്ന ആളിനെ പൊറോട്ട ചിക്കോ? കേട്ടല്ലോ കൃഷ്ണേ? കൊള്ളാം. അങ്ങനെ ഇപ്പം വേണ്ട. ഇത്രയും പനി പിടിച്ചിരിക്കുന്ന ആൾക്ക് ലൈറ്റായിട്ടുള്ള ഫുഡാണ് തരാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കഞ്ഞി കൊണ്ടുവന്നത്. ശരി, കുടിക്കാം. പക്ഷേ ഞാൻ എടുത്ത് കഴിക്കില്ല. എനിക്ക് വായിൽ വെച്ച് തന്നാൽ സ്പൂണിലെടുത്ത് തന്നാൽ ഞാൻ കഴിക്കാമെന്ന് പറയട്ടെ അലീന. കൃഷ്ണേ, നീ അലീന ചേച്ചിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുക. അത് വേണ്ട. അപ്പോൾ കൃഷ്ണ പറയാം, അയ്യോ എനിക്ക് വേറെ ജോലിയുണ്ട്, ചേച്ചി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഓടും കേട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്ക് കാര്യം പിടികിട്ടി അലീന അടവാണെന്ന്. എന്നിട്ട് അലീന പറഞ്ഞു, ചേച്ചി കണ്ടില്ലേ ബബിത ചേച്ചി, ഈ അലീന ചേച്ചി വെറുതെ കാണിക്കുന്ന കേട്ടോ, അനിയത്തിമാർ ശുശ്രൂഷിക്കാനുണ്ടല്ലോ എന്ന് വെച്ചിട്ടേ കുറച്ച് ആളാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ് കേട്ടോ. അച്ഛനെ പോയി വിളിക്കാൻ മേളിലോട്ട് ഓടി. ആ സമയത്ത് അവിടെ ഇരുന്നും കൊണ്ട് ബബിത ഓരോ സ്പൂണായിട്ട് വായിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം തോന്നുക. ഇടയ്ക്കിടയ്ക്ക് ബബിതയുടെ കവളിൽ ഇങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്. ബബിത പറയാം, എന്തൊക്കെയായി കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നടി എന്നൊക്കെ പറയാം കേട്ടോ. തോന്നും, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ ദേഷ്യം മാത്രം നമ്മുടെ അലീനയുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കട്ടെ. ആ ഉള്ളിൽ അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലോ. അങ്ങനെ ഇതന്നാണ് നമ്മൾ ബാലചന്ദ്രനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് കൃഷ്ണമോള്. എന്തിനാടി നീ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നേ വാ എന്ന് പറഞ്ഞ് താഴേക്ക് വിളിച്ചുകൊണ്ട് എന്നിട്ടൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണയും കൂടെ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ ബബിത സ്പൂണിൽ കഞ്ഞി കോരി കൊടുക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുക. അപ്പം തന്നെ ഉടനെ ബബിത വയ്ക്കണം, മനസ്സിലായി അച്ഛനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന എന്തിനാന്ന്? ഈ കാഴ്ച കാണിക്കാനല്ലേ? ഇവിടെ എന്താ ഇത്ര കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കുന്നത്? അയ്യോ ഞങ്ങൾ വെറുതെ വന്നതാണേ, ഈ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ക്ഷമിച്ചേക്കണേ എന്നിങ്ങനെ ബാലചന്ദ്രൻ ബബിതയോട് പറയട്ടോ. അങ്ങനെ അവരങ്ങോട്ട് മാറിപ്പോവുക. വീണ്ടും ഓരോ ആ കഞ്ഞിയായിട്ട് എടുത്ത് കൊടുത്തിട്ട് പറയേണ്ടത് അത്രയും കഴിക്കണം, പിന്നെ പനി മാറുന്നത് വരെ ഇത് തന്നെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അലീന പറയാം, ശരി പനി മാറുന്നവരെ ഇത് ഞാൻ കഴിച്ചോളാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങി തരുമോ? അത് കഴിഞ്ഞിട്ടല്ലേ, നീ അപ്പോഴച്ഛനോട് പറഞ്ഞാൽ മതി, അപ്പോഴച്ഛൻ മേടിച്ച് തരും. അത് വേണ്ട, നീ തന്നെ എനിക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് തന്നാൽ മതി. അത് ശരിയാകില്ല, നീ എനിക്ക് ഇന്ന് വരെ ഒന്നും വാങ്ങിച്ച് തന്നിട്ടില്ലല്ലോ ബബിതേ, എനിക്ക് വാങ്ങിത്തരാമോ എന്ന് ആഗ്രഹത്തോടു കൂടി നമ്മുടെ അലീന ചോദിക്കുക കേട്ടോ. ബബിതയാണെങ്കിൽ ആകെ അന്തം വിട്ട് അലീനയുടെ സ്നേഹത്തോട് സംസാരിക്കണോ അതോ ഇനിയും ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് ചാടി പോവോ ഇങ്ങനെയുള്ള സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഡിജിറ്റൽ എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്